എന്താ നിലവിലുള്ള പ്രതിസന്ധികൾ? ഇപ്പോഴത്തെ സാഹചര്യത്തില് കൃഷിക്കാർക്ക് സിവിൽ സപ്ലൈസിലെ നെല്ലെടുപ്പ് സമയബന്ധിതമായി എടുക്കില്ല. അവർക്ക് ഗവൺമെൻറ്റിന് അറിയാം ഈ സമയത്ത് കൊയ്ത്ത് വരും, ഈ സമയത്ത് നെല്ലളക്കുന്ന അറിയാം. അപ്പോൾ അവർ അപ്പം ഒന്നും എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കില്ല. എല്ലാ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നെല്ലൊക്കെ ചെറിയ വിലയ്ക്ക് ചുളു വിലയ്ക്ക് മില്ലുകാരൊക്കെ വിറ്റ ശേഷം ഗവൺമെൻറ്റും മില്ലുകാരായിട്ട് എഗ്രിമെൻ്റ് ഇടും. അപ്പോൾ ഈ കൃഷിക്കാരുടെ നെല്ലെല്ലാം ചെറിയ വിലയ്ക്ക് വിറ്റ് പോകും. അതൊരു പ്രധാന വിഷയമാണ്. പിന്നൊന്ന് രണ്ടാമത്തത് പിന്നെ സിവിൽ സപ്ലൈസിൻ്റെ നെല്ലളന്ന കഴിഞ്ഞ ഫസ്റ്റ് ക്രോപ്പിനൊക്കെ 4 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ പിടിച്ചു നിൽക്കും? രണ്ടാം ക്രോപ്പ് വിളവ് കിട്ടണ്ടേ, കൃഷി ചെയ്യണ്ടേ, പൂട്ടണ്ടേ, പാരിച്ച് ചിലവ് വരില്ല, അവിടെ നിന്ന് പിടിക്കും. എന്തൊക്കെയായിരുന്നു നിങ്ങൾ സർക്കാരിനോട് പറഞ്ഞിട്ട് നടക്കാതെ? അതന്നെ, ഇത് എപ്പോഴും എല്ലാ വർഷവും സമരം ചെയ്യണം, എന്നാലേ നെല്ലെടുപ്പാവുള്ളൂ. അതന്നെ മില്ലുകാരും ഗവൺമെൻറ്റുകാരുമായിട്ട് ഒത്തുകളിയാണ്. ആ സമയത്ത് അവർ എഗ്രിമെൻറ്റിന് ചെവി കൊടുക്കുകയില്ല. എല്ലാ നെല്ലും ചുളു വിലയ്ക്ക് മില്ലുകാർ വാങ്ങിക്കൊണ്ട് പോയാൽ മില്ലൊക്കെ ഗോഡൗണിൽ പോയി നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാ എഗ്രിമെൻറ്റും ഗവൺമെൻറ്റും മില്ലുകാരായിട്ട് വരും. അപ്പോഴേക്കും എല്ലാ കൃഷിക്കാരുടെ നെല്ല് മുഴുവൻ പോയി. അതൊരു വിഷയമാണ്. അതൊന്ന്. പിന്നെ സമയത്തിന് പൈസ കിട്ടായിക 4 മാസമൊക്കെ കഴിഞ്ഞിട്ട് നെല്ലിട്ട് പൈസ കിട്ടിയാൽ എങ്ങനെ കൃഷിക്കാരൻ പിടിച്ചു നിൽക്കും? ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ വലിയ കൃഷിക്കാരൊന്നുമില്ല. എല്ലാം 4 ഏക്കർ 5 ഏക്കർ, വേറെ ഇത്തിരി വലിയ കൃഷിക്കാരൻ പറയുന്നത് 6 ഏക്കർ അത്രയൊക്കെ തന്നെ. ബാക്കിയെല്ലാം ചെറിയ കൃഷിക്കാരാണ്. എങ്ങനെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ 20 ഉറുപ്പിക്കും 23 ഉറുപ്പിക്കൊക്കെ നെല്ല് കൊടുത്താൽ നമ്മൾ കൊയ്ത കൂലി കൊടുക്കാൻ കിട്ടും. ബാക്കി ചിലവുകളൊന്നും അതിലിപ്പോഴുള്ള കൊയ്ത്ത് കൂലിയും അതിൻ്റെ കടത്ത് കൂലിയും കൊടുത്താൽ ശരിയായി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കടത്തിലേക്ക് പോകും. കടത്ത് തന്നെ. നീ കൃഷിക്കാർക്ക് ഇപ്പോൾ അറിയാമല്ലോ, ഇതാ മൂപ്പര് ബാങ്കിൻ്റെ ഡയറക്ടറാണ്. ഇതെല്ലാം ഇവിടുത്തെ എല്ലാ കൃഷിക്കാരും അയാളുടെ കടത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, അയാൾ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. ഈ എത്ര കൃഷിക്കാർ ഇവിടെ അവിടെ ബാങ്കിൽ ബാധ്യതയുള്ള എല്ലാം അറിയാം. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിതികൾ എങ്ങനെയാണ്.